രാഷ്ട്രപതിയുടെ റഫറൻസിൽ നിർണായക നിരീക്ഷണവുമായി സുപ്രീം കോടതി. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീം കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാ ഭേദഗതി കോടതി നടത്തുന്നതിന് തുല്യമാകുമെന്നും കോടതി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇത് സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏത് തരത്തിലാണ്? ബില്ലുകളിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധിയിന്മേൽ രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഭരണഘടനയുടെ പ്രത്യേക അവകാശം അധികാരം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു 14 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വെച്ചത്. അതാണിപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത്. ആ കേസിൽ വാദം നടക്കവെയാണ് നിർണായകമായിട്ടുള്ള നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയത്. ഗവർണർക്കും രാഷ്ട്രപതിക്കും ബില്ലുകളിൽ സമയമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നുള്ള വാക്കാലുള്ള പരാമർശമാണ് കോടതി നടത്തിയിട്ടുള്ളത്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് വൈകുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അതിനപ്പുറത്തേക്ക് ആ സംഭവങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും ഉള്ള അധികാരത്തിന്മേൽ സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്ന നിർണായകമായ നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട്. നേരത്തെ തമിഴ്നാട് സർക്കാർ നൽകിയിട്ടുള്ള ഹർജിയിന്മേലായിരുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഗവർണർക്കും രാഷ്ട്രപതിക്കും സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചത്. എന്നാൽ ഭരണഘടനയുടെ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി കോടതിയിൽ റഫറൻസ് നൽകുകയും ഭരണഘടന നൽകാത്ത അല്ലെങ്കിൽ ഭരണഘടന നിർദ്ദേശിക്കാത്ത സമയപരിധി ഗവർണർക്കും രാഷ്ട്രപതിക്കും കോടതി വിധിയിലൂടെ നടപ്പാക്കാൻ സാധിക്കുമോ എന്നതുൾപ്പെടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാഷ്ട്രപതി ചോദിച്ചിരുന്നു. ആ റഫറൻസ് നിലനിൽക്കുമോ എന്നത് സംബന്ധിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ ബെഞ്ചിന്മേൽ വാദം നടക്കുന്നത്. കേരള, തമിഴ്നാട് സർക്കാരുകൾ രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ഭരണഘടനാ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും വിശദമായിട്ടുള്ള പരിശോധന വേണമെന്നും ഗവർണർക്കും രാഷ്ട്രപതിക്കുമെല്ലാം കൃത്യമായിട്ടുള്ള അധികാരങ്ങളും നിർദ്ദേശങ്ങളും ഭരണഘടന നൽകുന്നുണ്ട്. അതിൽ ഭേദഗതി ചെയ്യാൻ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് സാധ്യമല്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ സോളിസിറ്റർ ജനറലിന്റെ ഭാഗത്തു നിന്നും കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിനിടയിലാണ് ഗവർണർക്കും രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നൊരു വാക്കാലുള്ള പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.